ഹായ്, ഞാൻ ആദിഷ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഐ എം എ ലോ ഓഫ് അട്രാക്ഷൻ ഫാൻ എന്നുള്ളത്. ഓക്കെ, എത്രത്തോളം ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. ആ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക, എന്നിട്ട് എഴുതുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ച് പണം വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതുക എന്തായിരിക്കും, എനിക്ക് സമ്പന്നനാവണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ പണം വേണം എന്നുള്ളതൊക്കെ ആയിരിക്കും എഴുതാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എനിക്ക് ഇത്ര രൂപ വേണം എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് ഞാനിവിടെ ക്ലാരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് എന്നുള്ളത് വ്യക്തമായി തന്നെ എഴുതുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന കാറ് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. ഗോട്ട് ഇറ്റ്? അപ്പോൾ ക്ലാരിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആഡ് ചെയ്യണം സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ. ആ ഇമോഷൻസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ആ ഫീല് വരുമ്പോഴാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പെട്ടെന്ന് നടക്കുക, ഐ മീൻ മാനിഫെസ്റ്റേഷൻ നടക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യുക? എഴുതുന്ന സമയത്ത് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വയം ചോദിക്കുക. എന്തിനാ എനിക്ക് ഇത്രയും പണം, അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ കാറ്, അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ വീട്, അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്? യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടില്ലേ, ആ ആൻസർ വ്യക്തമായിട്ട് എഴുതുക, ആ ഗോളിന് താഴെയായിട്ട് എഴുതുക. അപ്പോൾ എന്താണ്, അതുകൂടി എഴുതുമ്പോഴേക്കും ആ ഫീലിങ്സ് മാക്സിമം പുറത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ ആ തോട്ടിൻ്റെ വൈബ്രേഷൻ പ്രപഞ്ചത്തിലോട്ട് പോകും. സ്വാഭാവികമായിട്ടും അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. സോ ആസ്ക് യുവർ സെൽഫ് വൈ. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതുന്ന സമയത്ത്, ഗോൾ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ആം അല്ലെങ്കിൽ ഐ ഹാവ് എന്നുള്ള ഫോർമാറ്റിൽ എഴുതുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനാണ്, അതുപോലെ തന്നെ എനിക്കുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി ഉണ്ട് എന്നുള്ള രീതിയിൽ എഴുതുക. ഐ ഹാവ് എ ബെൻസ് കാർ, അല്ലെങ്കിൽ ഐ ഹാവ് എൻ ഓഡി കാർ. പിന്നെ അതുപോലെ നിങ്ങളൊരു പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐ എം എ ഡോക്ടർ എന്ന് എഴുതുക. ആവുന്നതിന് മുമ്പ് തന്നെ എഴുതാം, നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അതുപോലെ എഴുതുക. അപ്പോൾ ഐ ആം, അതുപോലെ തന്നെ ഐ ഹാവ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഒരു ഫോർമാറ്റ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്. അതിനാണ് ഏറ്റവും കൂടുതൽ പവർ. മറ്റുള്ള ഫോർമാറ്റുകൾ തെറ്റാണെന്നല്ല പറയുന്നത്, ചില ഫോർമാറ്റുകൾ തെറ്റാണ്, അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഐ ആം എന്നുള്ളതും ഐ ഹാവ് എന്നുള്ളതുമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത്. എനിക്ക് ചെറുതായിട്ട് കോൾഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോയിൽ ഒരു എനർജി ഫീൽ ചെയ്യാത്തത്, സോറി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. റിലേഷൻഷിപ്പ് അല്ല, ഇനി വേറെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും വിളിക്കാം. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട്. സോ എനിവേ, വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യുക, ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, നമസ്തേ.